മൈനസ് മാർക്കിന്റെ കൂമ്പാരങ്ങൾക്കിടയിലേക്ക് നമ്മുടെ വിജയം തട്ടി തെറിച്ചു പോകാറുണ്ട്. ശരിയല്ലേ? LGS പരീക്ഷയിൽ എവിടെയെങ്കിലും മെയിൻ ലിസ്റ്റിൽ വന്നാൽ മുഴുവൻ ആളുകൾക്കും ജോലി കിട്ടുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിയമനം കൊടുത്തിട്ടുള്ള പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS. ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. അപ്പോഴേ 2026 നമ്മുടെ ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത് പോലെ ഈ ഒരു സർക്കാർ ഒഫീഷ്യലിന്റെ ടാഗ് നിങ്ങളുടെ കഴുത്തിൽ തൂക്കാൻ തയ്യാറാണോ? ഇതുവരെയുള്ള പഠന രീതികളിലും പഠന പ്രവർത്തനങ്ങളിലും ഒട്ടനവധി വീഴ്ചകളും പോരായ്മകളും ഉണ്ടായിട്ടുണ്ട് എന്ന സ്വയം തിരിച്ചറിവിന്റെ ഭൂതകാലത്തിലെ തെറ്റുകളൊക്കെ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 2026 പുതുവർഷത്തിൽ ഉറച്ച തീരുമാനമെടുത്ത് സർക്കാർ ജോലി നേടാനായി മുന്നോട്ട് പോകുന്ന നിങ്ങളോട് ഞാനൊരു നല്ല വർത്തമാനം പറയട്ടെ. എന്താണ്? നല്ല സമയം വരപ്പോരുത് എന്ന് കൈനോക്കി നമ്മുടെ എന്താ പറയുക, കൈനോട്ടക്കാർ പറയുന്നത് പോലെ നിങ്ങളുടെ സമയം ഇതാ തെളിയുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും, ഏത് സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജോലി ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സുവർണാവസരം ദാ ഇപ്പോൾ ഈ നിമിഷം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം ഓർത്തു വയ്ക്കൂ, നിങ്ങളുടെ ഡയറിയിൽ എഴുതി വയ്ക്കൂ, ദാ ഇപ്പോൾ നിങ്ങളുടെ സമയമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം ഒരു 6 മാസം കഴിഞ്ഞിട്ട് കേട്ടത് കൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് കേൾക്കുന്ന ഗുണം ഉണ്ടാകില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാം. നിരവധി നാളുകളായി നിങ്ങൾ പോരാട്ടത്തിലാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പലപ്പോഴും ചെറിയ മാർക്കിന്റെ വേരിയേഷൻ, കൂടുതലും മൈനസ് മാർക്കിന്റെ കൂമ്പാരങ്ങൾക്കിടയിലേക്ക് നമ്മുടെ വിജയം തട്ടി തെറിച്ചു പോകാറുണ്ട്. ശരിയല്ലേ? നന്നായി പഠിച്ചിട്ട് പോകാറുണ്ട് ചില പരീക്ഷകൾ, പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച പോലെ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. കഷ്ടകാലത്തിന് മെയിൻ ലിസ്റ്റിൽ വരുന്ന ചില പരീക്ഷകൾക്കാകട്ടെ നമ്മൾ ശരി എഴുതിയ ചില ചോദ്യങ്ങൾ ഡിലീഷനിലേക്ക് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉദ്യോഗാർത്ഥികളെ ആദ്യമായി ഇനി മറ്റൊരു വിഭാഗം ആളുകളെ കുറിച്ച് കൂടി പറയാം. അതായത് നീണ്ടകാലം പഠനരംഗത്തുണ്ടായിരുന്നു, ഏതാണ്ട് 1 വർഷം 2 വർഷമൊക്കെ തന്നെ പഠിച്ചു, പക്ഷെ ഇടയ്ക്ക് വെച്ച് എന്തോ ഗ്യാപ്പ് വന്നുപോയി, പിന്നീട് വീണ്ടും തുടങ്ങാനുള്ള ഒരു മടി, അല്ലെങ്കിൽ ഇടയ്ക്കെപ്പോഴോ പഠനം മടുത്ത് സ്വകാര്യ മേഖലയിലേക്ക് ചെന്നു, അവിടുത്തെ പ്രഷറൊക്കെ കാരണം വീണ്ടും പഠിച്ചാലോ എന്ന് ആലോചിക്കുന്ന, ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ ചിന്തകൾ, പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന ഈ ഒരു വർഷമാണ് 2026 പുതുവർഷം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളുടെ വിഷയത്തിലേക്ക് വരാം. 2 പ്രധാനപ്പെട്ട പരീക്ഷകൾ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, ഒന്ന് കമ്പനി ബോർഡ് LGS ആണ്, മറ്റൊന്ന് ബിവറേജസ് LDC. 2 പ്രധാനപ്പെട്ട പരീക്ഷകൾ. ഉദ്യോഗാർത്ഥികളെ, ഈ 2 പരീക്ഷകളുടെ പ്രത്യേകത, ഒന്ന് കമ്പനി ബോർഡ് LGS പരീക്ഷയാണ്. ഈ പരീക്ഷയുടെ പ്രത്യേകത അറിയാമല്ലോ, ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ പറ്റുന്ന ഏക LGS പരീക്ഷയാണ്. ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റും. പിന്നെ മാത്രമല്ല, നാളിതുവരെയുള്ള ചരിത്രം നോക്കി അറിയാം, LGS പരീക്ഷയിൽ എവിടെയെങ്കിലും മെയിൻ ലിസ്റ്റിൽ വന്നാൽ മുഴുവൻ ആളുകൾക്കും ജോലി കിട്ടുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിയമനം കൊടുത്തിട്ടുള്ള, കഴിഞ്ഞ വർഷങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളൊരു പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS. നിരവധി നിയമനങ്ങൾ നടക്കും. എവിടെയെങ്കിലും ലിസ്റ്റിൽ വന്നാൽ അറിയാം, സിലബസ് നിങ്ങൾക്ക് അറിയാം, വിശദമായിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ തന്നെ കമ്പനി ബോർഡ് LGSനെ അടിസ്ഥാനമാക്കിയ നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ കാണാൻ ശ്രമിക്കുക. 80-20 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? കോമൺ GK 80, അതുപോലെ കറണ്ട് അഫേഴ്സ്, അതുപോലെ തന്നെ മാത്തമെറ്റിക്സ്, അങ്ങനെ 20 മാർക്ക് കിടക്കുകയാണ്. അതുപോലെയാണ് പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ബിവറേജസ് LDC. ആകർഷകമായ ശമ്പളം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു തസ്തികയാണ് ബിവറേജസ് LDC. അത് ബിവറേജസ് LDC പരീക്ഷ വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വെയർ ഹൗസിലോ ഗോഡൌണിലോ ഔട്ട്ലെറ്റിലോ നിങ്ങൾക്ക് നിയമനം കിട്ടും. എവിടെയാണെങ്കിലും ഏറ്റവും ഉയർന്ന ശമ്പളം, മാത്രമല്ല ബോണസ്, വലിയ ആകർഷകരമായ ബോണസ്. 2025 ഓണം, അതായത് ഈ കഴിഞ്ഞ ഓണത്തിന് മാത്രം ബിവറേജസ് കോർപ്പറേഷന് കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ബോണസായി വാങ്ങിയത് 1,02,500 രൂപ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞു വന്നത് ബോണസ് ആണ്. പിന്നെയോ, ഈ ഔട്ട്ലെറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്കുള്ള ഡ്യൂട്ടി ടൈം രാത്രി 9 മണി വരെയാണ്. നിങ്ങൾക്കറിയാം, 9 മണി വരെ ഇരിക്കുന്നതിന് എക്സ്ട്രാ 425 രൂപ ഒരു ദിവസം എക്സ്ട്രാ കിട്ടും. ഞാൻ പറഞ്ഞു വന്നത് വളരെ വലിയ ആകർഷകമായ ശമ്പളം ബിവറേജസ് LDC പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്ക് ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ആകർഷകമായ ശമ്പളമാണ്. അപ്പോൾ ഈ 2
പരീക്ഷയും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഈ രണ്ടിനും കൂടി 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുമുണ്ട്, മെയിൻ പരീക്ഷയുമുണ്ട്. പ്രിലിംസുമുണ്ട്, മെയിൻസുമുണ്ട്. 10th ലെവൽ പ്രിലിംസിന് ഡിഫൈൻഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് അറിയാം. വിശദമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ടോപ്പിക് ഒന്നും തന്നെ പ്രിലിംസിനില്ല. പ്രിലിംസ് പാസ്സാകുന്നവരാണ് ഭൂരിപക്ഷം പേരും. മെയിൻ പരീക്ഷ എന്താണ് പ്രിലിംസ്? ഏതാണ്ട് ജൂൺ മാസത്തോടു കൂടി പ്രിലിംസ് ആരംഭിക്കും. ഇപ്പോൾ ജനുവരി മാസമായി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഇനി 5 മാസം, ഏതാണ്ട് മിനിമം നിങ്ങൾക്ക് ഒരു 5 മാസം, 4 മാസം, 5 മാസം പ്രിലിമിനറിക്ക് പഠിക്കാനുണ്ട്. അതായത് ഒന്നും പഠിക്കാത്തവർ, അല്ലെങ്കിൽ ഇപ്പോ ക്വാളിഫിക്കേഷൻ നേടിയവർ, ഇതുവരെ ഒരു പരീക്ഷയും വിജയിക്കാത്തവർ പോലും ഇപ്പോൾ തുടങ്ങിയാൽ, ഈ വരുന്ന 4 മാസക്കാലം നിങ്ങൾ പഠനം മാത്രമായി മുഴുകിയാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഈ പ്രിലിമിനറി പരീക്ഷ പാസ്സാകാൻ പറ്റും. അത് LGSനും അതുപോലെ നമ്മുടെ ഈ ബിവറേജസ് LDC രണ്ടിനും കൂടി 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയാണുള്ളത്. ജൂൺ മാസത്തിൽ നടക്കാൻ പോകുന്ന 5 മാസം. അതുപോലെ ഈ 2026 നവംബർ ഡിസംബർ മാസത്തോടു കൂടിയാണ് മെയിൻ പരീക്ഷ. കൃത്യമായി പറഞ്ഞാൽ ഇത്രത്തോളം നീണ്ട കാലയളവ്, 10 മാസക്കാലത്തോളം പഠിക്കാൻ നിങ്ങളുടെ മുമ്പിൽ കിട്ടുകയാണ്. 10 മാസക്കാലത്തോളം പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്ന ഒരു പരീക്ഷ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ നീണ്ട കാലമാണ്. അതുകൊണ്ട് സർക്കാർ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ജീവിതം 2026 സേഫ് ആക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കാൻ ഏറ്റവും ഉചിതമായ സമയം ഇതാണ്. പഠനം ഈ നിമിഷം നിങ്ങൾ ആരംഭിക്കണം. പ്രധാനപ്പെട്ട നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന പരീക്ഷകളുടെ എല്ലാം സിലബസ് പ്രിന്റ് എടുക്കണം. നിങ്ങൾ ആ സിലബസിലേക്ക് നോക്കൂ. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത, നിങ്ങൾക്ക് പാടായിട്ടുള്ള, ഇന്ന് വരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലാത്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ലിസ്റ്റ് ചെയ്യൂ. സ്വയം പഠനം ആരംഭിക്കൂ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പിന്തുണയുമായി ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഇന്നു മുതൽ തന്നെ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഫ്രീ ആയി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട അറിവുകളും PDF നോട്ടുകളും എല്ലാം തന്നെ തികച്ചും സൗജന്യമായി ലഭിക്കും. ഇനി കോഴ്സ് സ്വന്തമാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാം. 2026 നോക്കുക, ഇത്തവണ ഞാനും LGS നേടും, ഒപ്പം ബിവറേജസ് LDC നേടും എന്നുള്ള ഉറച്ച തീരുമാനം നിങ്ങൾ എഴുതി വയ്ക്കൂ. അതിനുവേണ്ടി പോരാടുക. സിലബസിലെ ഓരോ ടോപ്പിക്കുകളും സവിസ്തരം പ്രതിപാദിക്കുക. സ്വയം പഠനം ഒരു തപസ് പോലെ ആയി മാറുക. അപ്പോ മറന്നു പോകരുത്, നിങ്ങളുടെ പഠനത്തിന്റെ പോരാട്ടം ഇതുവരെ ആരംഭിച്ചിട്ടില്ലാത്തവർ അരയും തലയും മുറുക്കിയതാ ഇപ്പോൾ ഇറങ്ങൂ, പോരാട്ടം ആരംഭിക്കൂ. 10 മാസക്കാലം നിങ്ങളുടെ മുൻപിലുണ്ട്. ഇങ്ങനൊരു സുവർണാവസരം കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഈ 2 പരീക്ഷകൾ മാത്രം പറയാൻ കാരണം, ഇത് രണ്ടും ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള, നിയമന സാധ്യതയുള്ള, ആകർഷകമായ ശമ്പളമുള്ള ജോലികളാണ്. മാത്രമല്ല, ഒരു PD നോട്ടിഫിക്കേഷൻസ് കേരള PSC പുറപ്പെടുവിച്ച് കഴിഞ്ഞു. VFA അടക്കമുള്ള പരീക്ഷകളുടെ, യൂണിഫോം തസ്തികയിലേക്കുള്ള പരീക്ഷകൾ ഉൾപ്പെടെ, ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഉൾപ്പെടെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷനുകളുടെ പെരുമഴയാണ്. സർക്കാർ ജോലി നിങ്ങളുടെ കൈവെള്ളയിലാണ്. 2026 പൊരിഞ്ഞ പോരാട്ടത്തിലേക്ക് നയിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും 1000 പുതുവത്സരാശംസകൾ കൂടി അറിയിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ, കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ ലൈവ് ക്ലാസ്സിൽ 10th ലെവൽ പരീക്ഷയുടെ സിലബസിലെ പ്രധാനപ്പെട്ട വസ്തുതകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.